24 മണിക്കൂറിനിടെ പുതിയ 391 കോവിഡ് കേസുകൾ കൂടി. 127 പേർ കേരളത്തിൽ. വിവിധ സംസ്ഥാനത്തായി മരണം 4. രാജ്യത്താകെ കോവിഡ് ബാധിതരായ 5755 പേരിൽ കേരളത്തിലുള്ള 1806 പേര്. മെസ്സി കേരളത്തിലെത്തുമെന്ന മന്ത്രി അബ്ദുൾ റഹ്മാൻ. ഷെഡ്യൂൾ ഉടൻ അറിയാമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രഖ്യാപനം വിവാദത്തിൽ. ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. മന്ത്രിയെ വിശ്വസിക്കുന്നില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. ഇപ്പോഴത്തെ പ്രഖ്യാപനം നിലമ്പൂരിലെ വോട്ടിനോ എന്ന് TP അഷ്റഫ് അലി. ഫുട്ബോൾ പ്രേമികരെ ട്രോളുകയാണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. മന്ത്രിയുടെ സമൂഹ മാധ്യമ പേജിലും വിമർശനം. മെസ്സിയുടെ വരവിന് കാത്ത് ഫുട്ബോൾ ആരാധകർ. കൊല്ലം വവ്വാക്കാവിൽ കാർ പിന്തുടർന്ന് MDMA പിടികൂടി. 5 പേർ അറസ്റ്റിൽ. ലഹരി മരുന്ന് കൊണ്ടുവന്നത് ബംഗളൂരുവിൽ നിന്ന്. സിന്ധു നദീജലം പങ്കുവയ്ക്കൽ കരാറിൽ ചർച്ച തുടങ്ങണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം വീണ്ടും ഇന്ത്യ തള്ളി. മൂന്നാമതും പാകിസ്ഥാൻ കത്തയച്ചത് കൃഷിനാശ ഭീഷണിയിൽ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയിട്ട് ഇന്ന് 1 മാസം. കശ്മീരിന്റെ ആത്മാവിനെ തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.